ടൊവിനോ തോമസ് നായകനായി 2018 പുറത്തിറങ്ങിയ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. എന്നാൽ ആ സിനിമയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. മീൻചന്ത വട്ടക്കിണർ നിവാസികളുടെ ഉറക്കം കളഞ്ഞ ഒരു യഥാർത്ഥ കഥ. 2012 ജൂലൈ 21 വെളുപ്പിന് 1:30 മണിക്ക് ഒരു നിലവിളി ശബ്ദം കേട്ട് മീൻചന്ത വട്ടക്കിണർ നിവാസികൾ ഞെട്ടിയുണർന്നു. നിലവിളി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവർ ഓടിയെത്തി. അവിടെ കണ്ടത് തലയ്ക്കും നെഞ്ചിനും കൈക്കും കുത്തേറ്റ് രക്തത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ത്രീയെയാണ്. അവരെ കോരിയെടുത്ത് കിട്ടാവുന്ന വണ്ടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മരണപ്പെടുന്നു. മീൻചന്ത വട്ടക്കിണർ നിവാസികളുടെ ഉറക്കം കളഞ്ഞ കെട്ടുകഥകൾക്കും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾക്കും തുടക്കം കുറിച്ച് ഇന്നും ചുരുളഴിയാതെ കിടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കഥ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സുന്ദരിയമ്മ വധക്കേസ്. കോയമ്പത്തൂരിൽ നിന്ന് തന്റെ സഹോദരിയോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിലെത്തിയ സുന്ദരിയമ്മ ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം തന്റെ 2 മക്കളെയും തനിയെ വളർത്തി വിവാഹം ചെയ്തയപ്പിക്കുകയായിരുന്നു. പിന്നീട് അവർ അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് ഇഡലി ഉണ്ടാക്കി നൽകിയായിരുന്നു ഉപജീവനം കഴിച്ചിരുന്നത്. ഈ അരും കൊല ആദ്യം അന്വേഷിച്ചിരുന്നത് പന്നിയങ്കര പോലീസായിരുന്നു. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ആ കുഞ്ഞു വീട്ടിൽ നിന്ന് ഒന്നും തന്നെ മോഷണം പോയിരുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി 120 പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. ഒടുക്കം 2013 ജൂണിൽ ലോക്കൽ പോലീസ് കേസ് അവസാനിപ്പിച്ചു. ശക്തമായ ജനപ്രക്ഷോഭത്തിന് ശേഷം CBI കേസ് ഏറ്റെടുത്തു. മതിയായ തെളിവോടെ തന്നെ ക്രൈംബ്രാഞ്ച് പ്രതിയെ പിടികൂടുകയും ചെയ്തു. മീൻചന്ത സിറ്റി ലൈറ്റ് ഹോട്ടലിലെ ജീവനക്കാരനായ ജയേഷിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കോടതി റിമാൻഡ് ചെയ്ത ജയേഷ് 1.5 വർഷത്തോളം കോഴിക്കോട് ജില്ലാ ജയിലിൽ കിടന്നു. ജയേഷിന് സുന്ദരിയമ്മയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമാണെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. എന്നാൽ കുറ്റപത്രത്തിലെ വസ്തുതാവിരുദ്ധത പ്രതിഭാഗം അഭിഭാഷകൻ M. അനിൽകുമാർ പുറത്തു കൊണ്ടുവന്നു. തെളിവെടുപ്പിനിടയിൽ ക്ഷേത്രക്കുളത്തിൽ നിന്ന് കിട്ടിയ ആയുധം പോലീസ് തന്നെ അവിടെ കൊണ്ടിട്ടതാണെന്നും സാക്ഷിമൊഴികളെല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഒടുക്കം 2014 ഒക്ടോബർ 14 1.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജയേഷിനെ കോടതി നിരപരാധി എന്ന് പ്രഖ്യാപിച്ചു വെറുതെ വിട്ടു. യഥാർത്ഥ പ്രതി ആരാണെന്ന് ഇന്ന് വരെയും കണ്ടുപിടിക്കാത്തൊരു കേസ്. അതാണ് കേരളക്കരയെ ഞെട്ടിച്ച സുന്ദരിയമ്മ വധക്കേസ്.